ഹലോ, എല്ലാവർക്കും റൈസ് വിത്ത് ഷജീസ് ഇൻസ്പയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഏത് കരിയറിലും നിങ്ങളെ വാല്യുബിൾ ആക്കുന്ന സ്കിൽസിനെ കുറിച്ചാണ് ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ. അതെന്താണെന്നൊന്ന് നോക്കിയാലോ. ഇന്നൊരു ജോലി നേടാനായിട്ട് ഡിഗ്രി വേണം, എക്സ്പീരിയൻസ് വേണം, ക്വാളിഫിക്കേഷൻ വേണം. അതിനേക്കാളും ഒക്കെ ഉപരിയായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? സ്കിൽസ്, നിങ്ങളുടെ വാല്യൂ. ഒരു കമ്പനിക്ക് നിങ്ങളെ എന്തുകൊണ്ട് ആവശ്യമാണ്? മറ്റൊരാളേക്കാൾ നിങ്ങളെ തിരഞ്ഞെടുക്കാനായിട്ട് എന്താണ് അവർ കാണുന്ന കാരണം? ഇതാണ് ഒരു കരിയർ ഗ്രോത്തിന്റെ പ്രധാന ചോദ്യം എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏത് കരിയറിൽ നിങ്ങളെ വാല്യുബിൾ ആക്കുന്ന സ്കിൽസിനെ കുറിച്ചാണ്. ഒരു ബിസിനസ് ഓണർ ആയാലും, ഒരു ടീച്ചർ ആയാലും, ഒരു നേഴ്സ് ആയാലും, ഒരു എഞ്ചിനീയർ ആയാലും, ഒരു ജോബ് സീക്കർ ആയാലും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന സ്കിൽസ് ആണ്. ആദ്യം ഒരു ചെറിയ കഥയിലൂടെ നമുക്കൊന്ന് നോക്കിയാലോ. രണ്ട് ജീവനക്കാർ, ഒരു കമ്പനിയിലെ അമലും രാഹുലും എന്ന രണ്ട് ജീവനക്കാരുണ്ടായിരുന്നു. ഇരുവർക്കും ഏകദേശം ഒരേ ക്വാളിഫിക്കേഷൻ, ഏകദേശം ഒരേ എക്സ്പീരിയൻസ്, ഇരുവരും ഒരേ സാലറി റേഞ്ചിൽ ജോലി ചെയ്യുന്നു. ഒരു ദിവസം കമ്പനിയിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. ഒരു പ്രധാന ക്ലയന്റിന്റെ പ്രോജക്റ്റ് ഡെഡ്ലൈൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് അടുത്തെത്തിയിരുന്നു. പക്ഷെ പ്രോജക്റ്റിൽ വലിയൊരു പ്രശ്നം കണ്ടെത്തി. അപ്പോൾ അമൽ പറഞ്ഞു, ഇത് എൻ്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നമല്ല. അമൽ എന്ത് ചെയ്തു? അവൻ തൻ്റെ ജോലി മാത്രം ചെയ്തു. രാഹുൽ പക്ഷേ മാനേജറിന്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, നമുക്ക് പ്രശ്നം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം, പിന്നെ അത് എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അവൻ ടീമിലെ ആളുകളോട് സംസാരിച്ചു, എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചു, പ്രശ്നത്തിന്റെ കാരണം കണ്ടെത്തി, ഒരു പുതിയ സൊല്യൂഷൻ നിർദ്ദേശിച്ചു. ടീം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. പ്രോജക്റ്റ് ആ ഒരു ടൈം ലൈനിൽ തന്നെ ഫിനിഷാക്കാനായിട്ട് കഴിഞ്ഞു. മാനേജർ നമ്മുടെ രാഹുലിനൊരു പ്രൊമോഷൻ നൽകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അമൽ ചോദിച്ചു, ഞങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒരുപോലെയല്ലേ, ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഒരുപോലെയല്ലേ, പിന്നെ എന്തുകൊണ്ട് രാഹുൽ മാത്രം? അപ്പോൾ മാനേജർ മറുപടി പറഞ്ഞു, നീ നിന്റെ ജോലി ചെയ്തു, വെൽ ഡൺ. പക്ഷെ രാഹുല് അവന്റെ വാല്യൂ സൃഷ്ടിച്ചു. അതാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കരിയർ ഗ്രോത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നന്നായി സംസാരിക്കുന്നത് മാത്രം ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആവണമെന്നില്ല. അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടും എന്നറിയോ? ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, അണ്ടർസ്റ്റാൻഡിങ്, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവുന്നത്. ഒരു നല്ല എംപ്ലോയർ എപ്പോഴും ശ്രദ്ധിച്ച് കേൾക്കും. ഒരു നല്ല എംപ്ലോയി അതുപോലെ ശ്രദ്ധിച്ച് കേൾക്കും, കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിക്കും, ആവശ്യമുള്ളപ്പോഴൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും, തൻ്റെ ഐഡിയാസ് വ്യക്തമായി അവതരിപ്പിക്കും, മറ്റുള്ളവരെ എപ്പോഴും റെസ്പെക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കും. നിങ്ങൾക്ക് വലിയ അറിവുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് വ്യക്തമാവുന്ന രീതിയിൽ, മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് വ്യക്തമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ അവിടെ കുറയും. അതുകൊണ്ട് എന്ത് വേണം? ദിവസവും കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, പ്രോബ്ലം സോൾവിങ്, പ്രശ്ന പരിഹാരം. കരിയറിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രശ്നങ്ങൾ വരാതിരിക്കില്ല. പക്ഷേ വാല്യുബിൾ ആയിട്ടുള്ള ഒരു എംപ്ലോയി ഒരിക്കലും പ്രശ്നം കണ്ടാൽ പേടിക്കില്ല. അവർ ചോദിക്കും, ഇതിനെന്താണ് സൊല്യൂഷൻ, പരിഹാരം എന്താണ്? ഒരു പ്രശ്നം നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിനെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം അതിന് കാരണം കണ്ടെത്തുക, അതിന് സൊല്യൂഷൻ കണ്ടെത്തുക, ബെസ്റ്റ് സൊല്യൂഷൻ തിരഞ്ഞെടുക്കുക, ആക്ഷൻ എടുക്കുക. പ്രോബ്ലം ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പീപ്പിൾ ദോസ് ഹു നോ ഹൗ ടു സോൾവ് ദം. മനസ്സിലായോ? നിങ്ങൾ പ്രശ്ന പരിഹാരം കണ്ടെത്തുന്ന ഒരാളായിട്ട് മാറുമ്പോൾ നിങ്ങളുടെ വാല്യൂ ഓട്ടോമാറ്റിക്കലി ഉയരും. ഇനി അടുത്തതെന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റി ആണ്. മാറ്റങ്ങളോട് പൊരുത്തപ്പെടുക. ലോകം വളരെ വേഗത്തിൽ മാറുകയാണല്ലേ. പുതിയ ടെക്നോളജി, പുതിയ സോഫ്റ്റ്വെയർ, AI, പുതിയ രീതിയിലുള്ള ജോലികൾ, പുതിയ വർക്ക് പ്ലേസ് എക്സ്പെക്ടേഷൻസ്. ഇതിനിടയിലൊക്കെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നിങ്ങളോട് പറയേണ്ടുന്ന ഒരു കാര്യം, എനിക്ക് മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയും എന്നുള്ളത്. പുതിയത് പഠിക്കാനായിട്ട് പേടിക്കരുത്, പുതിയത് ട്രൈ ചെയ്യാനായിട്ട് പേടിക്കരുത്. നിങ്ങൾക്ക് എല്ലാം അറിയണമെന്നില്ല, പക്ഷേ പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഒരു പുതിയ ടെക്നോളജി വന്നാൽ ഇതെനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് അതവിടെ നിർത്താതെ ഇതെങ്ങനെ പഠിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുക. ഇമോഷണൽ ഇന്റലിജൻസ്, വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ്. കരിയർ സക്സസ്സിൽ IQ മാത്രം പോരാ, EQയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഷർ ഉള്ളപ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? ക്രിറ്റിസിസം വരുമ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു? ഒരു കോൺഫ്ലിക്റ്റ് വന്നാൽ അത് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? ഇതെല്ലാം നിങ്ങളുടെ പ്രൊഫഷണൽ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്.
Strong professionals, they didn't react to everything, every emotion. They learn, they know how to respond wisely. That's the difference. ശാന്തമായി സംസാരിക്കുക. നിങ്ങൾ മറ്റുള്ളവരുടെ പേഴ്സ്പെക്റ്റീവ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങളെ ബഹുമാനിക്കുക. ഇവയെല്ലാം നല്ല ലീഡേഴ്സിന്റെ ക്വാളിറ്റീസ് ആണ്. അതുപോലെ വേറൊരു കാര്യം, കണ്ടിന്യൂസ് ലേണിംഗ്, തുടർച്ചയായ പഠനം. എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അടുത്തതായി ബോണസ് എന്താണെന്ന് പറഞ്ഞിട്ടെ. ഞാനൊരു ബോണസ് തരുവാണ്, ഒരു പ്രധാന സ്കില്ല്. അതെന്താണെന്നറിയോ? റിലയബിലിറ്റി. വിശ്വസ്തയായ അല്ലെങ്കിൽ വിശ്വസ്തനായ വ്യക്തിയായി മാറുക. നമ്മൾ വിശ്വസിക്കാൻ പറ്റണം മറ്റുള്ളവർക്ക്. ഒരു ജോലി ഏറ്റെടുത്താൽ നമ്മൾ സമയത്തിന് അത് പൂർത്തിയാക്കുക. അതിന്റെ ഫീഡ്ബാക്ക് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുക. നിങ്ങൾ മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിക്കുക. ഒരു മിസ്റ്റേക്ക് വന്നാൽ അതിനെ അഡ്മിറ്റ് ചെയ്യുക. ഹെൽപ്പ് ആവശ്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹെൽപ്പ് ചോദിക്കുക. ബീങ് റിലയബിൾ ഈസ് എ കരിയർ സൂപ്പർ പവർ ആക്ച്വലി. അപ്പോൾ വീണ്ടും അമലിന്റെയും രാഹുലിന്റെയും കഥയിലേക്ക് വരാം. ഇരുവർക്കും ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു, ഇരുവർക്കും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരാൾ ജോലി മാത്രം ചെയ്തു, മറ്റേയാൾ വാല്യൂ സൃഷ്ടിച്ചു. അപ്പോൾ അവർക്ക് പ്രൊമോഷൻ ലഭിച്ചു, അല്ലേ? അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽക്ക് നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണോ അതോ നിങ്ങൾ വാല്യൂ സൃഷ്ടിക്കുന്ന ഒരാളാണോ എന്നുള്ള കാര്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. കരിയർ വളർത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ സ്റ്റേ ട്യൂൺ വിത്ത് റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയർ. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്